യെശയ്യാവ് 6:5 അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളാൽ ഉള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ദൈവമേ, ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ഇന്ന് ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോ ഇന്ന് പലവരും പറയും, പലവരും പുറമേ അകമേ പറയും നല്ലതാണെന്ന്, ഞാൻ നല്ല മനുഷ്യനാണെന്ന്. പക്ഷെ അപ്പന്റെ സന്നിധിയിൽ വരുമ്പോ ഇന്ന് നിങ്ങൾ പുറമേ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞാലും ദൈവ സന്നിധിയിൽ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി പൂർണ്ണമായി സമർപ്പിച്ച്, കർത്താവേ, ഞാൻ ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ, ഹല്ലേലൂയ എന്ന് പറഞ്ഞ് താഴ്ത്തി ദൈവത്തിന്റെ വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകൾ വന്നിട്ടുണ്ടോ ഏറ്റുപറ, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറ, അനുദപിക്ക്. ഈ വാസ പ്രാർത്ഥനയുടെ നടുവില് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവസന്നിധിയിൽ കഴുകിയത് ദൈവം മനസ്സറിഞ്ഞിട്ട് പറയുന്നു, ഞാൻ നിന്റെ മേൽ പ്രസാദിക്കും. പക്ഷെ അതിനു മുമ്പേ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി, എവിടെയൊക്കെ നമ്മളെ കുറവുകൾ വന്നിട്ടുണ്ടോ, ജീവിതത്തിൽ എവിടെയൊക്കെ താഴ്ചകൾ വന്നിട്ടുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ വാങ്ങല് കൊടുക്കൽ അറിഞ്ഞും അറിയാതെ എന്തൊക്കെയോ വന്ന എല്ലാ പാപത്തെയും ഏറ്റുപറഞ്ഞ് ഒരു പെർഫെക്റ്റ് ആവുവാൻ, ദൈവ സന്നിധിയിൽ നല്ലതാകുവാൻ ഇന്ന് പൂർണ്ണമായി സമർപ്പിക്കുക. ഒളിച്ചു വയ്ക്കുവാൻ, നമുക്ക് മറച്ചു വയ്ക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ കഴിയത്തില്ല. മനുഷ്യന് മുമ്പിലൊക്കെ നമുക്ക് മറച്ചു വയ്ക്കാം. ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മറച്ചു വയ്ക്കാൻ കഴിയാതെ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ശുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ എന്ന് പറയത്തക്ക വണ്ണം ഒരു ഹൃദയത്തെ നമ്മൾ ഇന്ന് ഒരുക്കണം. ഹല്ലേലൂയ. അനുഗ്രഹമെന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിക്കണം. നമ്മളൊന്ന് താഴ്ത്തി കൊടുത്താൽ മാത്രമേ, ദൈവകരങ്ങൾ കൊടുത്താൽ മാത്രമേ, ഇന്ന് ദൈവത്തിന്റെ കരങ്ങളിൽ കുശവന്റെ കയ്യിൽ കൊടുത്താൽ മാത്രമേ അത് പുതിയൊരു ഹൃദയമായി മാറും. നമ്മുടെ ഹൃദയം എങ്ങനത്തെ ഹൃദയമാണ്? അസൂയയും കുശുമ്പും ഹല്ലേലൂയ പാപം നിറഞ്ഞതും മ്ലേച്ഛം നിറഞ്ഞതും ഈ ലോകത്തിന്റെ എല്ലാം നിറഞ്ഞതാണ്. അതുകൊണ്ട് ഹല്ലേലൂയ, അതുകൊണ്ട് നമ്മുടെ മേൽ കിടക്കുന്ന ദൈവ പ്രവൃത്തിക്ക് വെളിപ്പെടാൻ കഴിയാതെ, ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ കഴിയാതെ നമ്മൾ കിടക്കുന്ന പാപത്തിന്റെ കറകളെ ഇന്ന് നമ്മൾ എടുത്തു മാറ്റണം. ഇന്ന് നമ്മുടെ ഹൃദയത്തിന്റെ മേൽ ഇന്ന് ജഡത്തിൽ കിടക്കുന്ന പാപത്തെ ആത്മാവിൽ നിന്ന് കഴുകാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ജഡത്തിൽ കിടക്കുന്ന പാപത്തെ ഇന്ന് കഴുകുക. എവിടെയൊക്കെ വന്നുപോയ തെറ്റുകളെയോ കുറ്റങ്ങളെ മനുഷ്യൻ വിധിക്കട്ടെ. ഇന്ന് ദൈവസന്നിധിയിലേക്ക് കൊടുക്കാമോ? ഞാൻ പറയട്ടെ, മനുഷ്യർ നിങ്ങളുടെ അടുത്തുള്ളവരൊക്കെ പറയും ഇവർ മോശം തന്നെ ആയിക്കോട്ടെ. എന്നാൽ അവരെ മുമ്പിലല്ല കുമ്പസരിക്കേണ്ടത്, യേശുവിന്റെ മുമ്പിലാണ് കുമ്പസരിക്കേണ്ടത്. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ മുമ്പിൽ ചെന്ന് കുമ്പസരിച്ച് പാപമോചനം എടുത്ത് പോവാനല്ല, ദൈവത്തിന്റെ മുമ്പിൽ ഒരു ശുദ്ധീകരണം പ്രാപിക്കത്തക്കവണ്ണം ഇന്നൊരു വിശുദ്ധ ദിവസത്തില് നിന്റെ ജീവിതത്തിലെ എല്ലാ പാപത്തെയും ഏറ്റു പറഞ്ഞ്, പരാജയങ്ങളെ ഏറ്റു പറയണം. ജീവിതത്തിൽ വന്ന തോൽവിയെ ഏറ്റു പറയണം. ഹല്ലേലൂയ. കുറവുകളുണ്ട്. വിശുദ്ധൻ ഇന്ന് ഭൂമിയെ നോക്കിയാൽ ദൈവമല്ലാതെ ആരുമില്ല. ദൈവം നിന്നെ അടുത്ത് അയക്കുവാൻ പോകും മുമ്പേ ഒന്ന് പണിയും. ദൈവം നിന്നെ തൊടും. ഒന്ന് പുറത്തിറക്കും മുമ്പേ ദൈവം നിന്നെ ശുദ്ധീകരിക്കും. ദൈവം നിന്റെ മേൽ കറകളെല്ലാം എടുത്ത് കളയും. എന്ന് പറഞ്ഞാൽ കറകളോട് കൂടിയ കടുചുവപ്പായിരിക്കുന്ന പാപത്തെ ഇന്ന് യേശുവിന്റെ രക്തത്താൽ ഹിമം പോലെ ആക്കിയാണ്. ഇന്ന് നമ്മള് അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് രോഗസൗഖ്യം വേണം, സമാധാനം വേണം, ഭവനം വേണം, നന്മ വേണം, ഉപജീവനം വേണം, കുടുംബം വേണം, എനിക്ക് എല്ലാം വേണം. ദൈവ പൈതൽ ഇതെല്ലാം ദൈവം തരും. പക്ഷെ അതിനു മുമ്പേ നീ പ്രാപിക്കേണ്ടത് ഒന്നാമത്തെ നീ ചെയ്തു കഴിഞ്ഞാൽ, നീ ഒന്നാമത്തെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ദൈവം നിനക്ക് ഓട്ടോമാറ്റിക്കായി ചെയ്തു തരും. നീ ആദ്യം ചെയ്യേണ്ടതെന്ന് ചെയ്താൽ ഇത് നീ പറയാതെ ദൈവം ചെയ്തു തരും. മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം
നിന്റെ ഇഷ്ടം ദൈവം ചെയ്തു തരും. നീ പറയണ്ട, ദൈവം ചെയ്തു തരും. ആദ്യത്തെ 1-ാം പടി എന്ന് പറഞ്ഞത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കണം. അപ്പന്റെ സന്നിധിയിൽ താഴ്ത്തി എവിടെ കൊടുക്കണം? നിന്റെ ഹൃദയം കൊണ്ട് താഴ്ത്തണം, നിന്നെ തന്നെ താഴ്ത്തണം. എവിടെയൊക്കെയോ വാങ്ങല് കൊടുക്കൽ വന്നു പോയ പരാജയങ്ങളെ നീ ഏറ്റുപറഞ്ഞ് ഈ ലോകത്തിന്റെ പാപത്തിൽ വീണുപോയതിന് ഇന്ന് ഏറ്റുപറഞ്ഞ് ഒരു മാനസാന്തരത്തിലൂടെ നീ മടങ്ങി വരുമെങ്കിൽ യേശു നിന്നെ തൊടും. ദൈവത്തിന് തൊടാൻ വേണ്ടി നിന്നു കൊടുക്കണം. ഇന്ന് ദൈവം തൊടാൻ വേണ്ടി വരുമ്പോ ഓടി ഒളിക്കുക അല്ലേ? ദൈവം തൊടാൻ വേണ്ടി വരുമ്പോ എന്നെ തൊടണ്ട, എന്നെ തൊടണ്ട, എന്നെ തൊടണ്ട. ഇന്ന് ഓടി ഒളിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നെങ്കിലും ഒരു ദിവസം തൊടുന്ന ഒരു ദിവസമുണ്ട്. ആമേ, ഹല്ലേലൂയ. എന്നെ ദൈവം തൊടാൻ വേണ്ടി ഓടി ഒളിച്ചു കിടന്നു. ഞാൻ ഒരുപാട് ദൈവത്തിൽ നിന്ന് ഓടി 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 അവസാനം ഞാൻ ഓടി ഓടി തളർന്നപ്പോൾ ദൈവം എന്നെ തൊട്ട്. എന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുന്നവരെ നീ നിനക്ക് നിൽക്കാൻ കഴിയാതെ ഓടിക്കൊണ്ടിരുന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവം തൊട്ടിരിക്കും. കാരണം ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. നീ ഇന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തെ തലമുറകളെ ദൈവകരങ്ങളിൽ കൊടുക്കുമെങ്കിൽ ഒരു ദൈവ പ്രവൃത്തി സംഭവിക്കും. കാരണം ഇന്ന് നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുകയാണ്. നിന്നിലൂടെ ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധ പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ ഒന്ന് താഴ്ത്തിക്കൊട്. നമ്മുടെ ബലഹീനങ്ങളൊക്കെ ഏറ്റു പറയണം. അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ഒന്ന് കരയുവാനുള്ള മനസ്സുണ്ടോ? നിങ്ങൾക്ക് ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കാനുള്ള മനസ്സുണ്ടോ? നിങ്ങൾ എവിടെയൊക്കെ കുടുങ്ങിക്കിടക്കുകയില്ലേ ദൈവമക്കളെ? ഒന്ന് കയറി വരാൻ കഴിയാതെ നിങ്ങൾ എവിടെയൊക്കെ ബന്ധിക്കപ്പെട്ടില്ലയോ? നിങ്ങൾ എവിടെയൊക്കെ തളയ്ക്കപ്പെട്ട് കിടക്കുകയില്ലേ? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ കയറാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പലവരും പല രീതിയിൽ പല മുമ്പിലും തകർന്നു കിടക്കുന്ന തകർന്നു കിടക്കുന്ന ചങ്ങല പോലെ, അല്ലെങ്കിൽ തകർന്നു കിടക്കുന്ന ഒരു കുപ്പിച്ചില് പോലെ ഇന്ന് നിങ്ങൾ ഉടഞ്ഞു കിടക്കുകയാണ്. ഇന്ന് ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. അതാ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഇങ്ങനെ പറയാ, ഞാൻ ശുദ്ധിയില്ലാത്ത ഒരു മനുഷ്യൻ. ആമേ, ഹല്ലേലൂയ. ശുദ്ധിയില്ലാത്ത അതരമുള്ള ജലത്തിന്റെ നടുവിൽ ഞാൻ ശുദ്ധിയില്ലാത്ത അവരുടെ നടുവിൽ അതരങ്ങളുള്ള ജലത്തിന്റെ നടുവിൽ ഞാൻ വസിക്കുന്നു. ആമേ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ വസിക്കുന്നു, താമസിക്കുന്നു. നിന്റെ ബലഹീനങ്ങളെയും നിന്റെ പരാജയങ്ങളെയും ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പറ. ഇതുവരെയും നടത്തിയ ദൈവം, ഈ 2025 10-ാം മാസം വരെ നടത്തിയ ദൈവം, നമ്മളെ കഴിവോ നമ്മളെ യോഗ്യത കൊണ്ടൊന്നും അല്ല, നമ്മൾ കഴിച്ച ആഹാരത്തിന്റെ ബലത്തിലല്ല ദൈവമക്കളെ നടന്നത്, അപ്പന്റെ കൃപയാൽ. നിങ്ങൾ ഇന്നലെ കഴിച്ച ആഹാരത്തിന്റെ ബലത്തിലാണോ? ഇന്നലെ കുടിച്ച പാലിന്റെ ബലത്തിലാണോ? ഇന്നലെ കുടിച്ച ഓൾസിന്റെ ബലത്തിലാണോ? ഇന്നലെ കുടിച്ച ജ്യൂസിന്റെ ബലത്തിലാണോ? പലരും പറയും, ഞാൻ ഇന്നലെ കുടിച്ച ഏറ്റവും കുടിച്ച വിറ്റാമിന്റെ ജ്യൂസിനാണ്. അല്ല, ഒന്നുമല്ല. അപ്പൻ നടത്തിയ ബലത്താൽ, ദൈവം നടത്തിയ ബലത്താൽ, നടത്തിയത് കൊണ്ട്, ദൈവം നടത്തിയത് കൊണ്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം നടത്തിയത് കൊണ്ട്, എന്റെ അപ്പൻ നടത്തിയത് കൊണ്ട് ഞാൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെ വസിക്കുന്നുണ്ട്. ശുദ്ധിയില്ലാത്ത മറ്റു നടുവിൽ, ആ ജനത്തിന് നടുവിൽ ഞാൻ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയെ, രാജാവിനെ കണ്ടപ്പോൾ എന്ന് പറഞ്ഞു. ആ സമയത്താണ് 6-ാമത്തെ വാക്യം. അപ്പോൾ സാറാബിൽ ഒരുത്തൻ വന്ന് യാഗപീഠത്തിൽ കൊടിയുമെന്ന് ഒരു തീക്കനൽ എടുത്തുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് പറന്നു വന്നു. പറന്നു വന്നിട്ട് അത് എന്റെ വായി തൊട്ടു. എവിടെയാണോ തൊടേണ്ടത്? ഇന്ന് നിന്റെ ദൈവ കരങ്ങൾ താഴ്ത്തിക്കൊണ്ട് നിന്നെ തൊടേണ്ടത് നിന്റെ വായിൽ അതരത്തെ തൊടണം. ആമേ, ഹല്ലേലൂയ. നാവിനൊന്ന് ശുദ്ധീകരിക്കുവാൻ, പാപത്തിൽ നിറയുന്ന നിന്റെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന പാപത്തെ തൊടുന്നത് പോലെ അതരത്തെ, നാവിനെ തൊടുവാൻ. ആമേ, ഹല്ലേലൂയ. ദൈവത്തോടെ ഭാഗത്ത് താഴ്ത്തി കൊടുക്കുമ്പോ എന്റെ വായൊന്ന് തൊടുവിച്ചു. ഇന്ന് പലർക്ക് വാ തുറക്കാൻ വയ്യ, പ്രാർത്ഥിക്കാൻ വയ്യ. ആമേ, പലരും മസിൽ പിടിച്ചിട്ടിരിക്കുക. ഇവിടെയല്ല പലർക്കും, ഇവിടെയല്ല പലവർക്കും പ്രാർത്ഥിക്കാൻ വയ്യ, വാ തുറക്കാൻ വയ്യ,
ഒന്നിനും വയ്യ. ഇന്ന് എവിടെയെങ്കിലും തുടരണമെങ്കിൽ ആമേ ഹല്ലേലൂയ, നമ്മുടെ നാവാണ് പലപ്പോഴും പല പരാജയത്തിലോട്ട് പോയത്, അല്ലെ? സംസാരമാണ് ഇന്ന് പല അനുഗ്രഹത്തിൽ നിന്ന് വീണു പോയത്. ഇന്ന് എവിടെയൊക്കെ വീണു പോയത്? സംസാരത്തിൽ വന്ന മുറിവുകളാണ് എവിടേക്കോ വീണു പോയത്. അതുകൊണ്ട് തൊടേണ്ട അടുത്തിനെ തൊടുവാൻ എന്റെ ദൈവത്തിന് അറിയാം. ഇന്ന് നിരപ്പ് പ്രാപിക്ക്. ഇന്ന് വായുന്ന ദൈവത്തിന്റെ കരങ്ങൾ തൊടുത്തിട്ട് പറ, യേശുവേ എന്നെ തൊടുവാൻ. ദൈവം തൊട്ടാൽ ഒരുപാട് മാറ്റങ്ങൾ വരും. പ്രൈസ് ദി ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഇറങ്ങിയാൽ ഒരുപാട് വിടുതലിനകത്ത് വ്യാപരിക്കും. ഇത് നിന്റെ അധരങ്ങളാൽ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. പലരും സ്നാനവും മാനസാന്തരമൊക്കെ നടക്കും, പക്ഷെ നാക്കിനൊരു മാനസാന്തരം ഇല്ല. പക്ഷെ തീക്കരൽ തന്നെ വേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? വെള്ളത്താലൊന്നും ചിലപ്പോ ശുദ്ധീകരണം നടക്കത്തില്ല. അതുകൊണ്ട് യോഹന്നാൻ ഞാൻ വെള്ളത്താൽ സ്നാനപ്പെടുത്തുന്നു, ആത്മാവിന് തീയിലാൽ ഒരുവൻ എന്റെ പിന്നാലെ വരുന്നുണ്ട്, അവന്റെ വീശുമുറമുണ്ട്, ആ തീക്കനൽ സ്വർഗത്തിൽ നിന്നുണ്ട്. ആമേ ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മൾ സ്നാനമൊക്കെ പെടുമ്പോ പറയണം, എന്റെ നാവിനെ കൂടെ അങ്ങ് ശുദ്ധീകരിക്കണമെന്ന്. ഇന്ന് പല നാവിനെ ശുദ്ധീകരിക്കാത്തത് കൊണ്ടാണ് വീണ്ടും പഴയ ബാക്കിലോട്ടും ഈ ലോകത്തിന്റെ ചിന്തയിലോട്ടും ലോകത്തിന്റെ ലോകപ്രകാരം നമ്മൾ കടന്നു പോകുന്നു. മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നാവ് ശുദ്ധീകരണം ഇല്ല എങ്കിൽ അവരോട് ചേർത്ത് പിടിക്കും. ശുദ്ധിയില്ലാത്ത നാവിനോട് ചേർത്ത് പിടിച്ചാൽ നീ അശുദ്ധനാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് ക്രിസ്ത്യാനി ദൈവമക്കൾക്കുള്ള ഒരു സ്വഭാവമാണ്. അശുദ്ധിയുള്ള നാവിനോട് അശുദ്ധിയോട് ചേർന്നിരിക്കല്ലേ. നിന്റെ നാവ് വിശുദ്ധിയാണെങ്കിൽ അടുത്ത നാവിനെ ശുദ്ധീകരിക്കത്തക്ക വണ്ണ നിന്റെ മേലൊരു കൃപ ദൈവം പകരാൻ പോവുകയാണ്. ഇന്ന് നിന്റെ പാപത്തിന് പരിഹാരമായി നിന്നെ മാലിന്യപ്പെടുത്തുന്ന, നിന്റെ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തുന്ന, നിന്റെ കൃപയെ നഷ്ടപ്പെടുത്തുന്ന, നിന്റെ ജീവിതം നഷ്ടപ്പെടുത്തുന്ന നാവിനകത്തെ തൊടുവാൻ ഇന്ന് തൊടണം ദൈവം. ആമേ ഹല്ലേലൂയ. ഇന്ന് നാവാണ് പലപ്പോഴും അടി വാങ്ങിച്ചു തരുന്നത്, അല്ലെ? നാവാണ് എന്തെങ്കിലും കേൾക്കുമ്പോൾ സമാധാനക്കേട് വിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇന്ന് നാവ് തന്നെയാണ് എല്ലാത്തിനും കുഴപ്പം. വായ് വലിയ കുഴപ്പം. അനുഗ്രഹമാണ്, പക്ഷെ അവിടെ എന്താണ്? അനുഗ്രഹത്തിന് വിപരീതമായി പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് അകൃത്യം നിറഞ്ഞ പാപത്തെ നിന്നും പാപത്തെ തുടച്ചു മാറ്റുന്ന നിന്റെ അകത്തുള്ള പാപത്തെ തുടയ്ക്കുക. എന്റെ കർത്താവേ നീ എന്നെ തൊടണമേ എന്ന് പറയുമ്പോ ആ തീക്കനൽ പിടിച്ചിരുന്ന ദൂതൻ ഇന്ന് ഇതിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഇതിനകത്ത് മാത്രമല്ല, ചാനലിലൂടെ കേൾക്കുന്ന നിങ്ങളെ ദൈവം തൊടുകയാണ്. അകൃത്യം നീങ്ങി. ദൈവം തൊട്ട് കഴിഞ്ഞാൽ അകൃത്യം നീങ്ങും. ദൈവം തൊടുവാൻ വേണ്ടി നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കണം, നമ്മൾ നിന്നു കൊടുക്കണം. അല്ല, നമ്മൾ ഓടി നടന്നാൽ തൊടത്തില്ല. ദൂതൻ പറന്നിറങ്ങുമ്പോ കിടക്കുന്ന അകൃത്യങ്ങളെ തുടച്ചു മാറ്റണം. പാവം ക്ഷമിച്ചും ലംഘനം മറച്ചും കിട്ടുന്നവൻ ഭാഗ്യവാൻ. ആമേ ഹല്ലേലൂയ. അനുഗ്രഹത്തിന് പാപത്തെ മറച്ചു വെച്ചുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇന്ന് വെട്ടേണ്ടത് വെട്ടണം, കളയേണ്ടത് കളയണം. ഇതിനകത്തുനിന്ന് ഇറങ്ങുമ്പോൾ തീരുമാനമെടുക്കണം. ഞാൻ നന്നാവാൻ പോവുകയാണ്. പിടികൊടുക്കേണ്ടത് പിടികൊടുത്തോളണം. സറണ്ടർ ആവണം. പിടികൊടുക്കാത്തവരോട് പറയുക, ദൈവസന്നിധിയിൽ പിടികൊടുക്കാത്തവരോട് പറയുക. ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്നത്തെ വചനം പറയുന്നത് ദൈവം തൊടുമെന്ന്. ഇന്ന് ദൈവം ഇതിനകത്ത് വന്നവരെ മാത്രമല്ല, വരാൻ കഴിയാത്തവരെ തൊടുവാൻ. ഇതിനകത്ത് നിന്ന് ആരാധിക്കുമ്പോ, ഇതിനകത്ത് വിളിക്കുമ്പോ, ഇതിനകത്ത് നിന്ന് പിന്മാറ്റത്തിലായിരിക്കുന്നവരെ തൊടുവാൻ ദൈവം തൊടട്ടെ. അപ്പന്റെ കര തൊടട്ടെ. അകൃത്യത്തിൽ നശിക്കാതെ, പാപത്തിൽ നശിക്കാതെ, ഒരു മക്കള് പോലും നശിച്ചു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടമാണ്
എൻ്റെ മക്കൾ ഒന്നുപോലും നശിച്ചു പോകരുത്, അവർ നഷ്ടപ്പെട്ടു പോകരുത് എന്ന് ദൈവം വളരെ ആഗ്രഹിക്കുമ്പോ ഇന്ന് നമ്മളും ആഗ്രഹത്തിന് ഒത്ത് അപ്പന്റെ സന്നിധിയിൽ വിട്ടുപോകാതെ ഒരു ദൈവമായൊരു നല്ലൊരു ബന്ധത്തെ ഉണ്ടാക്കിയെടുക്കുക, ഇന്ന് ദൈവത്തിന്റെ നിൽക്കുവാനും ദൈവ സന്നിധിയിൽ ദൈവത്തിന്റെ വിളിയെ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് ദൈവം പറയുന്നിടത്ത് പോകുവാനും ദൈവം അയക്കുന്നിടത്ത് ചെല്ലുവാനും യാത്രയ്ക്കായി ഒരുങ്ങുവാനും ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്താട്ടെ. കടിച്ചുമപ്പായിരിക്കുന്ന പാപത്തെ ഹിമം പോലെ വെളുപ്പിക്കുന്നത് യേശുവിന്റെ രക്തമാണ്. ഞാൻ പറയട്ടെ, ഈ പാപത്തിന് പരിഹാരം ചെയ്യണമെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെട്ടാലേ പറ്റൂ. മാനസാന്തരപ്പെടാതെ എത്ര ഞാർച്ചകൾ നേർന്നാലും, എത്ര സ്തോത്രക്കാഴ്ച ഇട്ടാലും, എത്ര ചാരിറ്റി ചെയ്താലും, എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്താലും, ആമേ ഹല്ലേലൂയ, അതുപോലെ തീർത്ഥാടനങ്ങൾ ചെയ്താലും, ഓടി ഓടി എല്ലാ സഭകളിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും, ചിലർ പറയും ഞാൻ 121 സഭയിൽ ചെന്ന് സാക്ഷി പറയാം. എനിക്ക് നല്ല ഇഷ്ടമായി 21 സഭയിൽ ചെന്ന് സാക്ഷി പറയാം. ചിലർ 21 കലത്തിൽ പൊങ്കാലിടും പോലെയാണ്. 21 കലത്തിൽ പൊങ്കാലിടും പോലെ ചില വിശ്വാസികളുടെ സ്വഭാവമുണ്ട്. 21 സഭയെ ചെന്ന് സാക്ഷി പറയാം. ആദ്യം പറയേണ്ടടുത്ത് നീ പറഞ്ഞാ മതി, കേൾക്കേണ്ടവൻ കേൾക്കും. പക്ഷെ ദൈവം അയക്കേണ്ടടുത്ത് അയച്ചു അപ്പോഴും പോണം, നമ്മൾ പോണ്ട. പ്രൈസ് ദി ഹല്ലേലൂയ. കാരണം ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ മാസം ഹരിയാനയുടെ പഞ്ചാബിലോട്ട് പോയപ്പോ എന്നെ അവിടെ നിന്ന് വേറെ ദേശത്ത് കൊണ്ടുപോയി. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ. അപ്പൊ പാസ്റ്റർ പറയാണ്, ഇന്ന് ബ്രദർ സാക്ഷി പറഞ്ഞാൽ മതി. ഹല്ലേലൂയ. അവിടെ പ്രസംഗിക്കണ്ട, അവിടെ ആ സഭയിൽ സാക്ഷി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ശരി, അവിടെ നിയോഗം അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ സാക്ഷി പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ വന്നതും ദൈവം എന്നെ തൊട്ടതും ഞാൻ ദൈവം അനുഗ്രഹിച്ചതും എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നതൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞപ്പോ അവിടുന്ന് ആ സാക്ഷി പറഞ്ഞ ഒരുപാട് വ്യക്തികളെ കണ്ണുകൾ നിറയുന്നതും ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നതും രൂപാന്തരം വരുത്തുന്നത് ഒരു സാക്ഷി മറ്റൊരു സാക്ഷിയെ ഉളവാക്കുമ്പോ അവരെ കണ്ണുകൾ നിറയുന്നതും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. ദൈവം പറയേണ്ട അടുത്ത് പറയണം. ദൈവം അയച്ചാൽ മാത്രമേ നമ്മൾ പോകാവൂ. അല്ല, നമ്മളായിട്ട് ഓടി നടക്കരുത്. ക്രമപ്പെടേണ്ട അടുത്ത്. നമ്മളെ ഭവനത്തിനകത്ത് ക്രമപ്പെട്ടില്ലെങ്കിൽ നാട്ടുകാരടുത്താണ് ക്രമപ്പെടേണ്ടത്. നമ്മളെ കുടുംബത്തിനകത്ത് നന്നായില്ലെങ്കിൽ അടുത്ത അയൽവക്കത്താണ് നന്നാവേണ്ടത്. ആദ്യം നന്നാവേണ്ടത് നമ്മളെ വീട്ടിനകത്ത് നന്നാവണം. നിന്റെ വീട്ടിൽ നന്നായാൽ മാത്രമേ നാട്ടിൽ നന്നാവുള്ളൂ. ചിലവർ വീട്ടിലൊക്കെ ഭയങ്കര കുഴപ്പക്കാരാണ്, നാട്ടുകാർക്ക് ഭയങ്കര മാന്യനാണ്, ഭയങ്കര അഭിപ്രായമാണ്. ഓ, എവള് സംസാരിക്കൂല, എവള് സംസാരിക്കൂല. വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ എന്താന്ന് പറയാൻ, കാണാത്ത സ്ഥലം കാണുമ്പോ ഭയങ്കര നിലവിളി, കരച്ചിലും ബഹളവും അട്ടഹാസവും പരിഹാസമാണ്. ഇല്ല, ആദ്യം നിന്റെ ഭവനത്തിനകത്തൊരു ക്രമപ്പെടുത്തണം. അവിടെ നിന്റെ ബലഹീന എടുത്ത് മാറ്റണം. അവിടെ നീ നന്നാവണം. ഭവനത്തിനകത്ത് നന്നാവാതെ മക്കളെ കുറ്റവും ഭർത്താവിന്റെ കുറ്റവും നാട്ടുകാരെ കുറ്റവും കൊണ്ട് നടക്കുന്ന പലരും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആദ്യം നീ ഒതുങ്ങേണ്ടത് എവിടെ ഒതുങ്ങണം? നിന്റെ കുടുംബത്തിനകത്ത് അപ്പന്റെ സന്നിധി സറണ്ടർ ആവണം. ദൈവ സന്നിധി സറണ്ടർ ആവാത്തടത്ത് സറണ്ടർ ആവാതെ അല്ലെങ്കിൽ കീഴടങ്ങാതെ ഇന്ന് എവിടെയെങ്കിലൊക്കെ കീഴടങ്ങാൻ നടന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ ഒതുങ്ങിപ്പോകും. മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നന്നാവേണ്ടത് എവിടെ വെച്ചാ? ദൈവം വിളിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ച്. നിങ്ങൾ എവിടെയാണോ കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ വെച്ച് നന്നായിക്കൊള്ളണം. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. ഇതിനകത്ത് കൊണ്ടുവരുമ്പോ നീ നന്നാവണം, നശിക്കാനല്ല. ഇന്ന് ക്രമപ്പെടണം. ഇന്ന് നന്നാവേണ്ട ദിവസമാണ്. നമ്മുടെ ഇഷ്ടത്തിലൊന്നും
നമ്മുടെ ഹിതത്തിനൊക്കെ പോകും. പലരും പറയും, ഇന്ന് ഒരു വ്യക്തി പറഞ്ഞു, മറ്റുള്ളവരൊക്കെ ജാതികളൊക്കെ അവരെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയോട് പറഞ്ഞതാ, എന്തുകൊണ്ട് നമ്മളെ ഇഷ്ടത്തിൽ ജീവിക്കാൻ പറ്റുന്നില്ല? ഞാൻ പറഞ്ഞു, അവരൊക്കെ ജീവിക്കുന്നത് അവരെ ഇഷ്ടത്തിൽ തന്നെയാണ്. ദൈവം പിടിക്കുമ്പോ ഒറ്റ പിടിയിൽ അങ്ങ് വലിച്ചങ്ങിടും, പിന്നെ എഴുന്നേക്കാൻ പറ്റൂല. പക്ഷേ അവരെ പോലെ നമുക്ക് പോകാനും അവർ പോലെ ജീവിക്കുവാനും നമുക്ക് വ്യവസ്ഥയില്ല, നമുക്ക് ട്രാക്ക് വെച്ചിട്ടുണ്ട്. ആമേ ഹല്ലേലൂയ. അവസാനം ഓടി 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 ഇടിച്ചു നിൽക്കുന്ന ഒരു ദിവസമുണ്ട്. ഇപ്പൊ നല്ല സൗന്ദര്യമുണ്ട് അല്ലേ, നല്ല കാണാനൊക്കെ കൊള്ളാം, നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. ഇതൊന്നും നിൽക്കുവോ ദൈവമക്കളെ? നിക്കത്തില്ല. ഈ സൗന്ദര്യം എന്ന് നിൽക്കുവോ? ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ നോക്കണം, അരി ഇടിക്കാൻ കിടക്കുന്ന ഉരുള് പോലെ കവിളും ഒട്ടി. പക്ഷേ അപ്പന്റെ അടുക്കൽ നിന്നാൽ നിനക്ക് എത്ര കുറവ് വന്നാലും, എത്ര താഴ്ച വന്നാലും, എന്തൊക്കെ ക്ഷീണം വന്നാലും, നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരിക്കലും ആമേ നഷ്ടപ്പെടുന്നവരല്ല. അവിടെ സുന്ദരിയാണ്, സുന്ദരനാണ് ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൈവ പൈതലേ. നിനക്ക് അന്നും 18 വയസ്സ്, ഇന്നും 18 വയസ്സായിരിക്കും. ഓ ഹല്ലേലൂയ. അത് അപ്പന്റെ സന്നിധി നിൽക്കുന്നവർക്ക് എന്ന് എത്ര വയസ്സാ? 18 വയസ്സായിരിക്കും. പക്ഷെ പുറമെ ക്ഷീണിച്ചാലും അകത്തൊരു പ്രസരിപ്പ്, ആത്മാവിന്റെ തുടിപ്പ്. ഓ ആത്മാവിന്റെ തുടിപ്പ്. എന്തുകൊണ്ട്? ദൈവം എന്റെ കൂടെ ഉണ്ട്. ഈ അമ്മച്ചിമാരെ ശ്രദ്ധിക്കേ, നമ്മള് അമ്മച്ചിമാര് 80 വയസ്സുള്ള അമ്മച്ചിമാര് നമ്മളെ കൂടെയുള്ള 80-90 വയസ്സുള്ള. പക്ഷേ വടക്കോട്ട് പോയി കാണണം, ഈ കോട്ടയം മലബാർ അങ്ങോട്ടൊക്കെ പോയി നോക്കുമ്പോ വടക്കോട്ടുള്ളവർ അമ്മച്ചിമാരൊക്കെ അവര് കണ്ണാടി വെക്കാതെ ബൈബിൾ വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ജനിച്ചു വീഴുന്ന കൊച്ചിന്റെ മേലെ മുഖത്ത് വന്ന് പറഞ്ഞ് ആദ്യം കണ്ണാടി ബുക്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അല്ലേ? ജനിച്ചു വീഴുന്ന കൊച്ചിന് ആദ്യമേ കണ്ണാടി ബുക്ക് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അവനൊരു ജനിക്കുമ്പോ ആണായാലും പെണ്ണായാലും അടുത്ത ഷോ പറയും, ഒരു കണ്ണാടിയുടെ ബുക്ക് ചെയ്ത് വെച്ചോ. പക്ഷേ 70-85 വയസ്സ് അമ്മച്ചിമാര് ആത്മാവിൽ ജാഗരിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവം തൊട്ടത് കൊണ്ട് അവരെ പവർ കണ്ണിൽ നിന്ന് ജ്വലിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഒരു തിമിരവും ഇല്ല, അവർക്ക് ഒരു വെള്ളെഴുത്തും ഇല്ല, അവർക്ക് ഒരു ക്ഷീണവും ഇല്ല. കാര്യമോ 3 നേരം പ്രാർത്ഥിക്കും, ബൈബിളിന് ശീലമുണ്ടാകും. അവര് വളരുന്നത് പത്രം വായിച്ചോ അല്ല TV കണ്ടോ മൊബൈലും കണ്ടൊന്നും അല്ല, ബൈബിളിനോടുള്ള വായന. ഇന്ന് ആത്മീയ രീതിയിൽ വായിക്കുവാൻ തുടങ്ങുമെങ്കിൽ നിന്റെ കണ്ണ് മാത്രമല്ല പ്രകാശിക്കപ്പെടുന്നത്, അകവും പ്രകാശിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നിന്റെ ക്ഷീണം കണ്ണിൽ മാറണമെങ്കിൽ ഞാൻ പറയട്ടെ, കണ്ണിനല്ല ക്ഷീണം, ഇന്ന് കണ്ണിനല്ല തിമിരം, മനുഷ്യന്റെ അകത്താണ് തിമിരം പിടിച്ചിരിക്കുന്നത്. അമ്മേ ഒന്നിനോട് കണ്ടുകൂടാ അല്ലേ? അസൂയ, പണക്കം, എല്ലാ ദുന്ദ്വശം, പക, ജഡത്തിന്റെ പ്രവർത്തികൾ എല്ലാം ഉണ്ട്. ദേഷ്യം, ഒരിടത്ത് കീഴടങ്ങുന്നില്ല, ആർക്ക് കീഴടങ്ങുന്നില്ല, എവിടെയും നമുക്ക് താഴ്ത്തി കൊടുക്കുന്നില്ല. എല്ലാത്തിന്റെ മേല് ശണ്ട, വഴക്ക്, ഇതെല്ലാം ജഡത്തിൽ നിന്ന് വരുന്നതാണ്. ഇതും എടുത്ത് മാറ്റണം. ഇന്ന് അതിന്റെ മേലൊരു വിടുതലിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ദൈവ പ്രവൃത്തി നിന്റെ മേൽ സംഭവിക്കുന്നുണ്ട്. ആമേ ഹല്ലേലൂയ. ദൈവ തൊടേണ്ടത് തൊടണം. എന്റെ അപ്പ ഒന്ന് തൊട്ടാ മതി, നിന്റെ ജീവിതത്തിന്റെ വര കംപ്ലീറ്റ് അങ്ങ് മാറും. നിന്റെ സ്ഥിതി ഇന്ന് മാറും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവേ തൊടേണ്ട രീതി തൊടണം. ചിലര് ഈ കിളിത്തൊട്ടുണ്ട്, തൊട്ട് കളിക്കുന്നത് സഭയിലൊന്ന് തൊട്ടുകളിയാണ്. തൊടുക പോവുക, തൊടുക പോവുക. എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ടോ? എന്തെങ്കിലും മുളയ്ക്കുന്നുണ്ടോ? പക്ഷെ കിട്ടുന്നുണ്ട്. ഞങ്ങളിപ്പോൾ രാവിലെ പോകുന്നു, ജോലി ചെയ്യുന്നു, കിട്ടുന്നുണ്ട്. ഇതൊന്നും അല്ല ദൈവ മക്കളെ. രാവിലെ ചെയ്യുന്ന വൈകുന്നേരം ജോലി, അതൊക്കെ ശരി തന്നെയാണ്. നിനക്ക് അമർത്തി കുലുക്കി കവിയുന്ന സ്വർഗത്തിന്റെ കിളിവാതിൽ നിനക്ക് വേണ്ടി തുറക്കുന്നുണ്ടോ? അതാണ് ബ്ലെസ്സിങ്. അതാണ്
അല്ല ജോലി ചെയ്യുന്ന 500,000 കിട്ടുന്നു, അത് ഓക്കെ. ഒരു സമൃദ്ധി അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ, യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ ഇന്ന് ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ഏതൊക്കെ കുടുംബങ്ങൾ താഴ്ത്തി കൊടുത്തിട്ടുണ്ടോ, ഇന്ന് അവരെ കുടുംബങ്ങളൊക്കെ ഏറ്റവും നിലവാരത്തിൽ കയറി വന്നിട്ടുണ്ട്, ഉയരത്തിലേക്ക് കയറി വന്നിട്ടുണ്ട്. കാര്യം ദൈവസന്നിധിയിൽ അവരെ താഴ്ത്തി കൊടുത്തും. പണ്ടുള്ള മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കരയും, അവർക്ക് വേണ്ടി ഉപവസിക്കും, എന്നും പ്രാർത്ഥിക്കും. രാത്രിയെന്നില്ല പകലെന്നില്ല പ്രാർത്ഥനയില്ലാത്ത ജീവിതമില്ല. ആമേ ഹല്ലേലൂയ. അങ്ങനെയുള്ള കുടുംബത്തിൽ ഒരിക്കലും തീ അണഞ്ഞു പോകത്തില്ല. അവരുടെ ജീവിതത്തിൽ വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കും. ആമേ ആ വെളിച്ചം ഉയരത്തിലേക്ക് കയറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് അകർത്യം നീങ്ങണം. നമ്മുടെ അനുഗ്രഹത്തിന് എന്താണ്? നമ്മൾ കിടക്കുന്ന അകർത്യങ്ങൾ, പാവങ്ങൾ നീങ്ങിപ്പോണം. പാവം നീങ്ങിപ്പോകാതെ, അകർത്യം നീങ്ങിപ്പോകാതെ നമുക്ക് ഒരു ഉയർച്ച ഉണ്ടാകത്തില്ല. ഇന്ന് ഹല്ലേലൂയ എവിടേക്ക് എന്തൊക്കെ പോണം? ദൈവസൽ നമ്മൾ കിടക്കുന്ന ദൈവ പ്രവൃത്തിക്ക് വിരോധമായി നിൽക്കുന്ന നമ്മുടെ പാവങ്ങൾ ദൈവം എടുത്തു മാറ്റണം. അങ്ങനെയാണെങ്കിൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ താഴ്ത്തി ഇനി ഞാൻ ഒരിക്കലും പാപം ചെയ്യാൻ പോകത്തില്ല. ഇന്ന് ദൈവസൽ തീരുമാനമെടുക്കണം. ഈ ലോകപ്രകാരം ജീവിക്കത്തില്ല, ഈ ലോകമോഹത്തിൽ വീഴത്തില്ല, ജഡത്തിൽ മേൽ പോകത്തില്ല, അന്യായ ആരാധന പോകത്തില്ല, ദൈവഹിതമില്ലാത്ത ഒന്നിലും കാല് വെക്കത്തില്ല. അകർത്യം നീങ്ങുന്ന ഒരു ദിവസമുണ്ട്. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒരു മോന് വേണ്ടി കരയുകയാണ്, ഒരു തലമുറയ്ക്ക് വേണ്ടി കരയുകയാണ്. അമ്മ കരഞ്ഞ് 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 ഒരു ദിവസം ആമേ ഹല്ലേലൂയ കണ്ണുനീരില്ലാതെ വാവിട്ട് കരഞ്ഞു. അങ്ങനെ കരയുന്ന അമ്മമാർ ഇതിനകത്തുണ്ട്. ചാനലിലൂടെ നിങ്ങൾ കരയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകർത്യത്തെ, നിന്റെ കണ്ണുനീരിൽ മനസ്സലിയുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥനയിൽ മനസ്സലിയുന്നൊരു ദൈവം നിന്റെ അകർത്യത്തെ നീക്കി അതിന് പരിഹാരം വന്നിരിക്കുന്നു. പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു. യേശു തൊട്ടപ്പോൾ, നിന്റെ പാപത്തെ തുടച്ചു കളഞ്ഞപ്പോൾ അതിന് പരിഹാരം വന്നിരിക്കുന്നു. പക്ഷെ പരിഹാരം വരുമ്പോ ദൈവം അടുത്തെന്തെന്നറിയുമ്പോ ചെയ്യാൻ പോകുന്നത് 8-ാമത്തെ വാക്യം, പാപത്തിന് പരിഹാരം വരുമ്പോ ദൈവം നിങ്ങൾ അയക്കാൻ പോവുകയാണ്. പാപത്തിന് പരിഹാരം വരുമ്പോ ദൈവം നിങ്ങളെ പുറത്തെടുക്കും. ഇന്ന് പലരും അകത്തകപ്പെട്ടിരിക്കുന്നതോട് പറയുക, ഇന്ന് പലത്തിനുമേൽ അകപ്പെട്ട് പുറത്തു വരാൻ കഴിയാതെ ചില കെണികൾ അകപ്പെട്ടു പോയോട് പറയുക, പാപത്തിന് പരിഹാരം വരുമ്പോ നീ ചിലപ്പോ ജയിലിനകത്തായിരിക്കാം, ചിലപ്പോ ഏതെങ്കിലും ഭാഗത്തായിരിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കുമ്പോ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിച്ചു കൊടുക്കണം. ഇന്നലെ വരെ നമ്മളെ ഇഷ്ടം വരെ ചെയ്തു, അതുകൊണ്ട് അതെല്ലാം മാറ്റി ദൈവം അനുഗ്രഹിക്കുമ്പോ നിന്നെ ശാപത്തിൽ നിന്നും പാപത്തിൽ നിന്നും നിന്നെ പുറത്തെടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവ പ്രവൃത്തിക്ക് വേണ്ടി താഴ്ത്തി കൊടുക്കണം. അതാണ് വചനം ഇവിടെ വായിച്ചത്. 8-ാമത്തെ വാക്യം, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ആർ നമുക്ക് വേണ്ടി പോകും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന് ചോദിച്ചതിന് കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട്, അടിയനിതാ, അടിയൻ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ആരെ അയക്കേണ്ടെന്ന് ദൈവം ചോദിച്ചോണ്ടിരിക്കുക. എനിക്ക് വേണ്ടി ആര് പോകും? എനിക്ക് വേണ്ടി ആര് പോകും എന്ന് പറയുമ്പോ ഒരു ശബ്ദം ഇന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേണ്ടി ആര് പോകും? എനിക്ക് വേണ്ടി ആര് പ്രയോജനപ്പെടും? എനിക്ക് വേണ്ടി ആര് പുറത്തു വരും? ഈ ശബ്ദം ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും ഒരു ദൈവ ശബ്ദം ഈ പ്രപഞ്ചത്തിലേക്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് നിങ്ങളുടെ ചെവിക്കകത്ത് തുളച്ചു കയറത്തക്ക വണ്ണം പുറത്തു വാ, പുറത്തു വാ, പുറത്തു വാ. അകത്തു പോയവരെല്ലാവരും പുറത്തു വാ, അകത്തു പോയവരെല്ലാവരും പുറത്തു വാ. ഓ ഹല്ലേലൂയ. പുറത്തു പോയവരെല്ലാം അകത്തു വാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കർത്താവേ,
നീ ചോദിക്കുന്നതിന് കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ എന്ന് പറയത്തക്ക വണ്ണം ഒന്ന് താഴ്ത്തി കൊടുക്കുവാൻ എന്നെ അയക്കണമേ എന്ന് ആ വാക്കിനെ സ്വീകരിച്ച്, ദൈവ ശബ്ദത്തെ സ്വീകരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കർത്താവേ, നീ എന്നെ അയക്കണം, എന്നെ അയക്കണം. ആര് പോകുമെന്ന് ദൈവം ചോദിച്ചപ്പോ നിങ്ങൾക്കൊരു ആത്മഭാരം വേണം. നിങ്ങൾ ആരെയും അടുത്തിരിക്കുന്നവരുടെ മേല് അടിച്ചേൽപ്പിക്കരുത്. അവരനുഗ്രഹം കൊണ്ടുപോകും. ഒരു അനുഗ്രഹം വേണമെങ്കിൽ ദൈവം പറയുന്നതിനെ സ്വീകരിച്ചാൽ മാത്രമേ, ഒരു ദാഹം അകത്ത് വന്നാൽ മാത്രമേ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഇതാ വചനം പറയുന്നു, ദൈവമേ നീ അടിയനെ അയക്കണമേ. എന്തിനാ? ദൈവ ചില കാര്യങ്ങൾ നിന്റെ മേൽ ഏൽപ്പിക്കാൻ പോവുകയാണ്. ദൈവം നിന്റെ മേൽ ചില കാര്യങ്ങൾ പകരാൻ പോവുകയാണ്. ഇന്ന് പകരത്തക്ക വണ്ണം ദൈവ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടത്തക്ക വണ്ണം ഓ ദൈവത്തിന് വേണ്ടി പോകുവാൻ ആരുണ്ട്? ഇറങ്ങുവാൻ ആരുണ്ട്? നിന്റെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങാൻ ആരുണ്ട്? ചിലപ്പോ നീ ആയിരിക്കും ഇറങ്ങിയത്, നിന്റെ കുടുംബം നീ മാത്രമായിരിക്കും ഇറങ്ങിയത്. പറ 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 അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയ. ദൈവ ശബ്ദം കേട്ടിട്ട് ഇറങ്ങിയവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവ ശബ്ദം കേട്ട് യാത്ര ചെയ്തവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അതാ ദൈവം അയക്കുമ്പോ അടിയനിതാ, നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങണം. ദൈവം അയക്കുന്നിടത്ത് പോകുവാൻ നമ്മുടെ ഇഷ്ടമല്ല പോവേണ്ടത്, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ല പോവേണ്ടത്. ദൈവ ഇഷ്ടത്തിലേക്ക് പോകുവാൻ നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. സാഹചര്യം നോക്കരുത്. ഏത് സാഹചര്യത്തിന്റെ നടുവിലും സുവിശേഷം പറയുവാൻ. നിന്നെ ശുദ്ധീകരിക്കുന്ന എന്തിനാ? മറ്റുള്ളവരോട് നേടുവാൻ. ഹല്ലേലൂയ. നിന്നെ ശുദ്ധീകരിക്കുന്ന എന്തിനാ? മറ്റുള്ളവരെ കൂടെ നേടുവാൻ. ദൈവം ഏൽപ്പിക്കുന്ന പദ്ധതിക്കകത്ത് നീ കയറണം. ഞാൻ പറയട്ടെ, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതികളുണ്ട്. നിങ്ങൾ സാധാരണക്കാരാണ്, കേൾക്കുന്നവരൊക്കെ വലിയ ആൾക്കാരായിരിക്കാം, എല്ലാവരും ആയിക്കോട്ടെ. ദൈവത്തിന് ചെറിയവനോ വലിയവനോ ഒന്നും വിഷയമല്ല. ദൈവം ഒരുപോലെ എല്ലാവരെയും സ്നേഹിക്കുന്നു. പക്ഷേ ദൈവത്തിന്റെ അകർത്യത്തിൽ നിന്ന് വീണ്ടെടുത്ത്, പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത്, അവിടുത്തെ രക്തത്താൽ കഴുകി ആമേ തീ കൊണ്ട് ശുദ്ധീകരിച്ച്. എങ്ങനെ ശുദ്ധീകരിക്കും? തീക്കകത്ത് കയറ്റി ശുദ്ധീകരിക്കും. ആദ്യത്തെ രണ്ടാമത്തെ വെള്ളത്തിലൂടെ കഴുകി കഴിഞ്ഞാൽ രണ്ടാമത്തെ തീക്കകത്തൊരു ശുദ്ധീകരണം ഉണ്ട്. ആ ശുദ്ധീകരണത്തിലൂടെ വന്നു കഴിഞ്ഞാൽ നീ നല്ല പൊന്നായി മാറും, പൊന്നായി മാറും. ദൈവത്തിന് വിളങ്ങുന്ന നല്ല പൊന്നായി മാറും. യിരെമ്യാവ് 1:9 പിന്നെ യഹോവ കൈ നീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. പ്രാപിക്കണ്ടേ? ദൈവം തൊടുമ്പോ നിന്റെ അകർത്യം മാത്രമല്ല നീങ്ങുന്നത്, നിന്റെ പാപത്തെ നീങ്ങുമ്പോ ഓ മഹത്വത്തിന്റെ വചനം നിന്റെ വായ്ക്കകത്ത് നിറയ്ക്കുകയാണ്. പ്രാപിച്ചോ. ഓ നിന്റെ അകർത്യം നീങ്ങുമ്പോൾ ദൈവം തൊടുകയാണ്. നിന്റെ നാവിന്റെ മേൽ തൊടുക. ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, വചനം എന്താണ്? വചനം ആരാണ്? യേശുവാണ്. യേശുവിനെ നാവിൽ തന്നിരിക്കുന്നു അല്ലേ? വചനം എന്ന് പറയുന്നത് യേശുവാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 1 ഉണ്ടായിരുന്നു. വചനം എന്ന് പറയുന്നത് യേശുവാണ്. ഞാൻ ചോദിക്കട്ടെ, പഴയ കാലഘട്ടത്തിൽ യേശുവിനെ അറിയുന്ന മുമ്പേ എപ്പോഴും വാ തുറന്നാലും നമ്മൾ എന്താ പറയുന്നത്? എപ്പോഴും വാ തുറന്നാലും തണ്ടും ചുണ്ടും കുണ്ടണിയും ഒക്കെ പറഞ്ഞല്ലേ, ഒരു തെറിയൊക്കെ പറഞ്ഞിട്ടല്ലേ പറയുള്ളൂ. ആരെങ്കിലും കാണുമ്പോ ഒരു പയ്യനെ കണ്ടു കഴിഞ്ഞാൽ അവനെ തെറി വിളിച്ചിട്ടാ ചോദിക്കണത്. എടാ മോനെ എന്ന് പറഞ്ഞിട്ടാ. ഏതെങ്കിലും സ്ത്രീകളെ കണ്ട സ്ത്രീകള് ഒരു തെറി വിളിച്ചിട്ടാ ചോദിക്കണത്. നിന്നെ ഒന്ന് കാണാനില്ലല്ലോ അടി.
ഒരു തെറി വിളിച്ചിട്ടല്ലേ ചോദിക്കുള്ളൂ. പണ്ട് അങ്ങനെയല്ലേ? ഓ, നിങ്ങൾ വിചാരിക്കും ഞങ്ങളൊക്കെ നല്ല ഡീസന്റ് ആൾക്കാർ, നമ്മൾ മോശമാണെന്ന്. സ്നേഹമുള്ളവരെയൊക്കെ നിങ്ങൾ കൂട്ടുകാരെ കാണുമ്പോ ഒരു തെറി വിളിച്ചിട്ടല്ലേ ചോദിക്കുന്നത്? ശരിയാ, ശരിയല്ലേ? ശരിയാ. അപ്പൊ കൂട്ടുകാരനെ ആരെങ്കിലും കാണാതിരുന്ന നമ്മൾ ഒരു വിളിക്കും, സ്നേഹം കൊണ്ടാ. പക്ഷെ അത് മറിഞ്ഞു വന്നു. അകൃത്യത്തെ എടുത്ത് മറിച്ചിട്ട് അടുത്ത സഹോദരനെ കാണുമ്പോ ബ്രദറേ, അത് തിരിഞ്ഞു വന്നപ്പോൾ നീ നേരിട്ട് മറ്റുള്ളവരെ കാണുമ്പോ ഈ വിളിച്ച വ്യക്തി പ്രൈസ് ദി ഹല്ലേലൂയ, ആ സഹോദരനെ കാണുമ്പോ എന്തെന്നാ വിളിക്കുന്നത്? ബ്രദറെ. നിങ്ങളെ സഹോദരിമാരെ കാണുമ്പോ സിസ്റ്റർ എന്നാണ്. ആത്മാവിന്റെ മേൽ വിശുദ്ധീകരണം വന്നാൽ, നാവിന്റെ മേൽ ശുദ്ധീകരണം വന്നാൽ, വചനം അതിനകത്ത് വ്യാപരിച്ചാൽ നീ പറയോ ആമേ സിസ്റ്ററേ. കാര്യം എന്താണ്? എന്റെ സഹോദരി എന്നുള്ള അർത്ഥം, സഹോദരൻ അർത്ഥം വചനത്തിന്റെ ആഴത്തിലോട്ട് ഇടപെടും. അല്ലെങ്കിൽ എടാ പോടാന്നൊക്കെ എടി എടാ പോടാന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ നിന്നും ദൈവത്തിന്റെ വചനം അകത്ത് കയറിയപ്പോ, ജ്ഞാനം കയറിയപ്പോ നിന്റെ മാറ്റം വന്നത് അത് ക്രിസ്തു മുഖാന്തരമാണ്. ഹല്ലേലൂയ. നിനക്കൊരു മാന്യത കിട്ടിയിട്ടുണ്ടെങ്കിൽ യേശു വന്നതുകൊണ്ടാണ്. നിങ്ങൾക്കൊരു വില ഉണ്ടായത് എപ്പോഴാ? യേശു വന്നിട്ടാ. നിന്റെ അകത്തോട്ട് വന്നപ്പോഴാണ് എല്ലാവരും ബഹുമാനിക്കുവാൻ. അയ്യോ, ഇവരെ ബഹുമാനിക്കണം, യേശുവിന്റെ മോളാണ്, യേശുവിന്റെ മോനാണ്, എനിക്കിന്നൊരു ബഹുമാനം ഉണ്ടായത് എങ്ങനെയാ? യേശുവിന്റെ മഹത്വം എന്നിലോട്ട് കയറിയപ്പോ. ഞാൻ എന്നെ കുറിച്ച്, എന്റെ നാവ് ഒരിക്കലും നല്ല നാവല്ലായിരുന്നു. എപ്പോഴും ബാക്കിലോട്ട് നോക്കിയാൽ അകൃത്യം പിടിച്ച നാവായിരുന്നു. പക്ഷെ ദൈവം തൊട്ടപ്പോൾ ഇന്ന് സ്തോത്രവും സ്തുതി അല്ലാതെ ഒന്നുമില്ല. ആമേ. സ്തുതിയും മഹത്വമല്ലാതെ ഒന്നുമില്ല. ദൈവത്തിന് മഹത്വമല്ലാതെ ഒന്നുമില്ല. ഇന്ന് ബാക്കിലോട്ട് പോകാതെ ദൈവത്തിന്റെ വചനം നിറയുവാൻ, യിരെമ്യാവ് പ്രവാചകരുടെ ദൈവത്തിന്റെ വചനം നിറഞ്ഞതുപോലെ ഇതിനകത്ത് നിറയുവാൻ നിന്റെ വാൻ തൊടുമ്പോൾ വചനത്താൽ നിറയണം. ഇന്ന് വയറ് നിറഞ്ഞിട്ടേ പോകാവൂ. ആരും ഒഴിഞ്ഞ വയറോടെ പോവരുത്. പ്രൈസ് ദി ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആത്മാവിനുള്ള ദാഹം, വചനത്തിനുള്ള ദാഹം. ആരൊക്കെ ദാഹിക്കുമോ, ആരൊക്കെ ഇച്ഛിക്കുമോ അവിടെ മേൽ പകരുന്ന ദാഹിക്കുന്നവരെല്ലാവരും വരുമേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാമെന്ന് ഉത്സവത്തിന്റെ അവസാന ദിവസങ്ങളിൽ സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറഞ്ഞതുപോലെ നിന്റെ വായ്ക്കകത്ത് പകരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി. വചനം നിറഞ്ഞ നീ വീണു പോകൂല. നിന്റെ അകത്ത് വചനം ഉണ്ടെങ്കിൽ യാത് കൊടുങ്കാറ്റിൽ നീ കയറും, യാത് പേമാരിക്ക് നടക്കും, യാത് ഇടിമുഴക്കത്തിൽ നടക്കും. നിന്നെ തകർക്കാൻ പറ്റൂല. ഇതിനകത്തുനിന്ന് ഇറങ്ങുമ്പോ അകത്ത് നിറഞ്ഞും കൊണ്ടേ പോകാവൂ. വചനം നിറഞ്ഞ പ്രത്യാശ വേണം. ഈ വചനം അകത്തുണ്ടെങ്കിൽ നീ പുറത്തിറങ്ങുമ്പോ അവൻ മറ്റുള്ളവരുടെ പകരത്തക്ക വണ്ണം, അത് പകരത്തക്ക വണ്ണം, ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രം പകരത്തക്ക വണ്ണം. ഇന്ന് ശൂന്യമായി കിടക്കുന്നതിന്, നമ്മളെ ശൂന്യമായി എന്തെങ്കിലും പറമ്പ് കിടപ്പുണ്ടെങ്കിൽ, കള പിടിച്ചും കാട് പിടിച്ചും മുള്ളും പറയും ചേർന്ന് കിടക്കുന്ന കാടുണ്ടെങ്കിൽ, സ്ഥലമുണ്ടെങ്കിൽ ഈ സ്ഥലം വെട്ടി മാറ്റി നല്ലപോലെ കിളച്ചിട്ട് നല്ലപോലെ വിത്തും കപ്പയൊക്കെ നട്ടാൽ നല്ലപോലെ ഉണ്ടാവും. എന്നാൽ ശൂന്യമായി നിനക്ക് ഒന്നുമില്ല, അനുഗ്രഹമൊന്നുമില്ല. പാസ്റ്ററേ, ഞങ്ങള് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കണം, നിന്റെ നാക്ക് ശരിയല്ല, പുറുറുപ്പും നുണയും കുണ്ടണിയും കൂട്ടടിയും എവിടെയും ആമേ ഹല്ലേലൂയ ആരെങ്കിലും പറ്റിക്കാനുള്ള സ്വഭാവം ഉണ്ടെങ്കിൽ ഒരിക്കലും നന്നാവത്തില്ല. പക്ഷേ ഒരു ദൈവ പൈതലെ, നീ ആത്മാവിൽ നിറഞ്ഞ നിന്നെ ആര് പറ്റിച്ചാലും നിനക്കത് പ്രശ്നമല്ല, അത് ദൈവത്തെ പറ്റിക്കുന്നതിന് തുല്യമാണ്. ആത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയെ, വചനത്താൽ നിറഞ്ഞൊരു വ്യക്തിയെ ആരൊക്കെ ചതിച്ചാലും അവൻ പ്രതികരിക്കുന്ന കാര്യം, അവൻ ആത്മാവിൽ നിറഞ്ഞു, സകലത്തിന് മേൽ ക്ഷമിക്കുന്നു, സകലത്തിന് മേൽ പൊറുക്കുന്നു. സ്നേഹത്തിന്റെ 9 ഫലങ്ങൾ ഇറങ്ങി വരും. വചനം ഉണ്ടോ അകത്ത് നിറയുവാൻ?
ഇന്ന് നിറയേണ്ടത് വയറ് നിറയെ. എല്ലാവരും പറയും നാളെ നമ്മൾ എന്തിനു കഴിക്കും? ഇത്തിരി കപ്പയും മീനും വാളമീനും കിട്ടി നല്ലപോലെ കഴിക്കായിരുന്നു. നിങ്ങളെ വയറ്റിന് നിറയുവാൻ വേണ്ടി നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടും, ആരെയും കൊല്ലും, അല്ലേ? എത്ര രാത്രി വേണമെങ്കിലും കഷ്ടപ്പെട്ട് ജോലി ചെയ്യും. എങ്ങനെയും വയറ് നിറയണം. ഇന്ന് വയറല്ല നിറയേണ്ടത്, ആത്മമണ്ഡലം നിറയുവാൻ വേണ്ടി യിരെമ്യാ പ്രവാചകരുടെ സ്വർഗ്ഗം പറഞ്ഞു, ഞാൻ വചനത്തെ നിറയ്ക്കും. ഈ വചനം നിറഞ്ഞാൽ, ആമേ ഹല്ലേലൂയ, ഇന്ന് നിറയേണ്ടതിൽ നിറഞ്ഞാൽ ഒരു പകരുന്നൊരു യേശുവിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കി. യേശു നിന്റെ അടുത്ത് ഇരിപ്പുണ്ട്. നിന്റെ അടുത്ത് ആരുണ്ട്? യേശു ഇരിപ്പുണ്ട്. അത് ആത്മാവിൽ നിന്ന് നിറ. ഒന്ന് ആത്മാവിൽ നിന്ന് പകരുവാ. എന്റെ അപ്പാ, എന്നെ ഒന്ന് നിറയ്ക്കണോ. നിന്റെ വചനം കാലിന് ദീപമോ പാതയ്ക്ക് പ്രകാശമാണ്. വചനം എന്താ? കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശമാണ്. വചനം അകത്തുണ്ടെങ്കിൽ ഒരു ഇരുട്ടിലോട്ട് നീ പോകത്തില്ല. നീ യാതൊരു വേദന അനുഭവിച്ചാലും, യാതൊരു രോഗമെന്ന് അനുഭവിച്ചാലും നീ വചനത്തിൽ പിടിച്ചെഴുന്നേൽക്കും. ആമേ. വചനത്തിൽ പറയും, യേശു എന്നെ വിടുവിക്കും. വചനം അകത്തുണ്ടോ? വിത്ത് അതിനകത്തുണ്ടോ? വിത്തുണ്ടെങ്കിൽ മുളയ്ക്കും. അകത്ത് വിത്ത് വേണം, അകത്ത് വചനം വേണം. ഹല്ലേലൂയ. മറ്റുള്ളവരെന്ന് പറയും പോലെ പുറകരുത്. വചനമില്ലാത്തവർ സംസാരിക്കരുത്. നിന്റെ അകത്ത് വചനം കയറിക്കൊണ്ടിരിക്കുകയാണ്. യേശു അകത്ത് പ്രവേശിക്കുകയാണ്. നിന്റെ ഹൃദയത്തിനകത്ത് എന്ത് കയറുന്നു? യേശു കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉറങ്ങിപ്പോകരുത്, ക്ഷീണിക്കരുത്. നല്ല യേശുക്കകത്താണ് ഇരിക്കണമെങ്കിലും ഉറങ്ങിപ്പോകരുത്. യേശുവിന് പ്രവേശിക്കുവാൻ നിന്റെ കവാടം ഒന്ന് തുറന്നു കൊടുക്കണം. നാളെ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ പുറവുറുക്കുകയാണ്, ഒന്നുമില്ല. കാണുന്നിടത്ത് പുറവുറുപ്പ്. 10 പുറവുറുക്കാതെ വയറ് നിറയാത്തവരുണ്ട്. അത് മാറ്റിവൈ. ഈ പുറവുറുപ്പെല്ലാം മാറ്റിവൈ. അത് അപ്പന് ഇഷ്ടമല്ല. നിന്റെ കുറവും ബലകൊണ്ട് ഏറ്റു പറഞ്ഞിട്ട് ഒന്ന് കരയോളം മനസ്സോട്. ഞാൻ ഒരു കാര്യം പറയാം. ഇസ്രായേൽ ജനത്തിന് വേണ്ടി 11ാമത്തെ ദൂത, 11ാം മാസത്തിലെ ദൂത് വേണമെങ്കിൽ പിടിച്ചെടുത്തോ. സഭയ്ക്കുള്ള ദൂത, ദൈവങ്ങൾക്ക് കേൾക്കുന്നൊരു ദൂത. ഒരു ദൂത് നിങ്ങളോട് പറയാം. ഇസ്രായേൽ ജനത്തിന് വേണ്ടി മരുഭൂമിയിൽ പറന്നിറങ്ങിയ കാടപ്പക്ഷി പോലെ നിന്റെ അനുഗ്രഹം പറന്നിറങ്ങുന്ന മാസമാണ്. 11ാമത്തെ മാസങ്ങൾ പിടിച്ചെടുക്കുന്നവർക്ക് കിട്ടും. ഏലിയാവിന്റെ മേൽ ഇറങ്ങി വന്ന കാക്ക ഇറങ്ങിയതുപോലെ ഏലിയാവിനെ പോറ്റിയ ദൈവം കാക്കവൻ അപ്പവും ഇറച്ചിയും കൊണ്ടുവന്നത് പോലെ ദൈവം കൊണ്ടുവരും. നമ്മൾ പറയും, നമുക്ക് ആര് തരും, എവിടെ കിടക്കും, അല്ലേ? ഈ ചിന്തയാണ്. ദൈവം നട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ വളർത്തുവാനും അറിയാം. നിന്റെ കൈ ശൂന്യമാകത്തില്ല. കാര്യം നിന്റെ അകത്ത് നിറയുന്ന ഒരു പരിശുദ്ധാത്മാവാണ്. വചനത്താൽ നിറഞ്ഞാൽ, ആത്മാവിൽ നിറഞ്ഞാൽ നീ ജഡത്തിൽ നിറയും. ആത്മാവിൽ നിറയണം. ഇന്നെല്ലാവരും നിറയാൻ ആഗ്രഹിക്കുന്നത് ജഡത്തിലാണ്. ഒരു 10 ലക്ഷം രൂപ കിട്ടി, അല്ലെങ്കിൽ 10 കോടി കിട്ടി, ഈ ലോകത്തൊക്കെ ആഡംബരമായിട്ടൊക്കെ ജീവിച്ച്, നല്ല സന്തോഷമായിട്ട് ജീവിച്ച്, നല്ല ഫുഡും കഴിച്ച്, അല്ലെ അടിച്ച് പൊളിച്ച് ഈ ലോക സുഖപ്രകാരമൊക്കെ ജീവിച്ച ഇതെല്ലാം ഒരു തൊലി പോലെയാണ്. ചില സ്ത്രീകൾക്ക്, സഹോദരന്മാർക്ക് വെള്ളപ്പാണ്ട് വരും പോലെയാണ്. പുറമെ എല്ലാം ക്ഷയിച്ചു പോകും പോലെ ക്ഷയിച്ചു പോകും. പക്ഷെ അകത്ത് പോകാത്തൊരു സാധനമുണ്ട്. മഹത്വത്തിന്റെ വചനം ക്ഷയിച്ചു പോകത്തില്ല. വചനം ഉള്ളടുത്ത് കിളിർക്കും. നീ പട്ടിണിയുടെ നടുവിലായാലും, നീ പട്ടിണിയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ പട്ടിണിയാണ് കിടക്കുന്നത്, ഒരു നിവർത്തിയില്ല. വചനം ഉണ്ടെങ്കിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ചോക്ക്. നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ തുറക്കണത്. നമ്മുടെ പ്രതീക്ഷ കലത്തിലോട്ടും മറ്റുള്ളവരുടെ പ്രതീക്ഷ, അവൻ ജോലിക്ക് വയ്യ, ഇന്ന് കൊണ്ടുവന്നാ തിന്ന. ഈ പ്രതീക്ഷ മാറ്റിയിട്ട് യേശുവിലോട്ടത് തിരി. ഈ ദൈവം വിളിച്ചവൻ വിശ്വസ്തനാണ്. വചനത്താൽ നിറയോ. എങ്ങനെ ശൂന്യമായ കാനായിൽ വന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം, വചനത്തെ വ്യാപരിക്കുന്ന ദൈവം, ശൂന്യത എവിടെയുണ്ടോ അവിടെ നിറയ്ക്കുന്ന ദൈവം. കാനായിലെ ശൂന്യത ഉണ്ടായിരുന്നു.
വചനം വെളിപ്പെട്ടില്ലേ? വചനം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്തിനാ ഭയപ്പെടുന്നേ? നീ എന്തിനാ കരയുന്നത്? നീ എന്തിനാ വേദനിക്കുന്നത്? വേദനയാണല്ലേ? ഈ അസാധ്യ വേദന പാസ്റ്റർ, രോഗമാണ്, എനിക്ക് അസാധ്യ വേദന, ശരീരം മുഴുവനും വേദന, ഇത്തിരി എണ്ണയിട്ട് തടവാൻ ആരുമില്ല, അല്ലെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്താൻ ആരുമില്ല എന്ന് പറയാതെ, അതിനെക്കൂടി ചിന്തിക്കാതെ, യാഗാന്തയുടെ നടുവിലും നിന്നെ ഒറ്റയ്ക്കാണ് ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ഒറ്റയ്ക്കാണ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ ചങ്കുറപ്പോടെ നിൽക്കണം. ഈ ദേശത്ത് പറിച്ചു മാറ്റുവാൻ പിശാച് നോക്കി, മാനുഷ്യമായിട്ടും പരോക്ഷമായിട്ടും. പക്ഷെ വിളിച്ച ദൈവം വിശ്വസ്തനായതുകൊണ്ടും വചനം അകത്ത് ഉള്ളത് കൊണ്ടും, ആദ്യം അകത്ത് വചനം ഉണ്ടായി കഴിഞ്ഞാൽ കാല് കല്ല് തട്ടിയാൽ പറയോ ഒരു അനർത്ഥവും നിനക്ക് വരികയില്ല, ഒരു ബാധ നിന്റെ കൂടാത്തടുക്കയില്ല. പലരും പല രോഗത്താൽ കിടക്കുമ്പോ, ഞാൻ പറയട്ടെ, ഇന്ന് പലരും പല രോഗത്താൽ കിടക്കുമ്പോ വചനമുള്ള നിങ്ങൾ പറയും, യേശുവിന്റെ നാമത്തിൽ ഞാൻ എഴുന്നേൽക്കും, യേശുവിന്റെ നാമത്തിൽ ഞാൻ യാത്ര ചെയ്യും, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകും. അകത്ത് വ്യാപരിക്കുന്ന സാന്നിധ്യം. ഇന്ന് അകത്താണ് നമുക്ക് വചനം വെളിപ്പെടണം. ഇന്ന് ഹാലില് പുറമേ നോക്കി എന്തെങ്കിലും മുളയ്ക്കുമെന്ന് നോക്കി, ഇന്ന് പുറമേ ഈ ഭൂമിയിലെല്ലാം നോക്കുന്നുള്ളത് ഇവിടെ എന്തെങ്കിലും കിട്ടുമോ, ഇവിടെ എന്തെങ്കിലും നമുക്ക് നേടാൻ പറ്റുമോ, ഇവിടെ എന്തെങ്കിലും നന്മ വരുമോ, ഇതൊക്കെയാണ് നമ്മളെ ചിന്ത. നിങ്ങൾ ഈ ഇട്ടാവട്ടം നോക്കാതെ സ്വർഗത്തിലേക്ക് നോക്ക്, ഉയരത്തിലേക്ക് നോക്ക്. സകലത്തിന്റെ മേൽ സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന സകല മഹത്വം സ്വർഗത്തിൽ ഇറക്കി വെച്ച് നിനക്ക് വേണ്ടി അകൃത്യത്തെ മാറ്റി, പാപത്തെ എടുത്തു മാറ്റി, അവന്റെ രക്തത്താൽ കഴുകി നിന്നെ ശുദ്ധീകരിച്ചത് നിത്യ സ്നേഹത്തിലൂടെയാണ്. അപ്പന്റെ വിളിയിൽ തെരഞ്ഞെടുപ്പുമുള്ളത് കൊണ്ട് ദൈവം വിളിച്ച് വേദനിച്ച് യിരെമ്യാവിലൂടെ പറഞ്ഞു, നിന്റെ വായ തുറക്ക, ഞാൻ എന്റെ വചനത്തെ നിറയ്ക്കും. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കാൻ പറയാ. ഇന്ന് പാപത്തെ വിട്ട് മാറി, അകൃത്യത്തെ വിട്ട് മാറി ദൈവത്തിന്റെ വചനത്തിലോട്ട് കയറി വരുവാൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാൻ 1:7 പറയുന്നു, അവൻ വെളിച്ചത്തിലിരിക്കുന്ന പോലെ നാമും വെളിച്ചത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആമേൻ. നീ വെളിച്ചത്തിലോട്ട് കയറി വരുമെങ്കിൽ, നിനക്ക് കൂട്ടായ്മയായിട്ട് ബന്ധമുണ്ടെങ്കിൽ, അവന്റെ പുത്ര യേശുവിന്റെ രക്തം നിന്റെ പാപത്തെ പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഒരു കൂട്ടായ്മ ബന്ധം വേണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമാണ് ഐക്യത ഉണ്ടാവണം. എന്നാൽ യെശയ്യാവ് 53:5 വാക്യം, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം ആര് മുറിവേറ്റു? യേശു മുറിവേറ്റു. അകൃത്യങ്ങൾ നിമിത്തം യേശു തകർന്നും ഇരിക്കുന്നു, യേശു തകർക്കപ്പെട്ടു. നമ്മുടെ സമാധാനത്തിന്റെ ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണറാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യേശുവിന്റെ അടിപ്പിണറാൽ ഇന്ന് നമുക്ക് ആ മുറിവേറ്റത് മുഖാന്തരം നമ്മളെ രോഗങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇതിനകത്ത് രോഗിയായിട്ട് വന്നവരെ, ഇതിനകത്ത് വന്നവരെ, ഇതിനകത്ത് കേൾക്കുന്നവരെ, മുറിവേറ്റ് കിടക്കുന്നവരെ, സൗഖ്യമില്ലാതിരിക്കുന്നവരെ, ഇന്ന് പറ, യേശു എനിക്ക് വേണ്ടി അടിപ്പിണറാൽ സൗഖ്യം വന്നു. ഈ സൗഖ്യം പിടിച്ചത് ഒരു സൗഖ്യം വ്യാപരിക്കുകയാണ്. ദർശന മുഖാന്തരം, ദൈവം തന്ന ദർശന മുഖാന്തരം. ആമേൻ. ഞാൻ അതിവേദന പിടിപെട്ടു, ശക്തിയില്ലാതെ തീർന്നു. യെശയ്യാവ് 43:25 പറയുന്നു, എന്റെ നിമിത്തം ഞാൻ വേദന, നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കയില്ല. ഓഹോ യേശുവേ, എന്റെ നിമിത്തം, യേശു നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു, നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കയില്ല. ഒരു വലിയൊരു ദൈവ സാന്നിധ്യം. പാപം ഓർക്കത്തില്ല, നിന്റെ പാപം മായ്ച്ചു കളഞ്ഞു. നീ ഓർക്കണ്ട, നിന്റെ പാപത്തെ നീ ഓർക്കണ്ട, ദൈവം മായ്ച്ചു കളഞ്ഞു. ക്രൂശിലെ രക്തത്താൽ, അവന്റെ സ്നേഹത്താൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എഴുന്നേൽക്കുമ്പോ
നീ എഴുന്നേൽക്കുമ്പോ ഒരു പുതിയൊരു വ്യക്തിയായിട്ടാണ്, ഒരു പാവിയായിട്ടല്ല. ദൈവത്തിന്റെ പൊന്നുമോളായിട്ട്, ദൈവത്തിന്റെ പൊന്നുമോളായിട്ട്, മോനായിട്ടാ നീ മാറുന്നത്. അടുത്ത സെക്കൻഡിൽ നിന്റെ സ്ഥിതിയെ മാറ്റിമറിച്ച് മറിഞ്ഞു വരത്തക്കവണ്ണം ദൈവം പുതിയതാക്കി മാറ്റുകയാണ്, ഒരു പുതിയതാക്കി മാറ്റുകയാണ്. ഓ, നിന്റെ പാവങ്ങളെ ഞാൻ ഓർക്കയില്ല. എന്റെ അപ്പൻ പറയാ, മക്കളോട് പറയാ, ഞാൻ എന്റെ നിങ്ങളുടെ പാപത്തെ ഓർക്കത്തില്ല. ആ പാപത്തെ വരെ മായ്ച്ചു കളയുന്ന ക്രൂശിലെ രക്തം ഇന്ന് നിന്റെ മേൽ പകർന്നിരിക്കുക. പറ, ഞാൻ പോകും. അടിയൻ അയക്കണമേ. ആര് പോകും എന്ന് ദൈവസഭയോട് ചോദിക്കുന്നു. എനിക്ക് വേണ്ടി ആര് പോകും? നെഞ്ചിൽ കൈവച്ചോട്ട് പറ, ഞാൻ പോകും. നെഞ്ചിൽ കൈവച്ച് പറ, നിന്റെ ഇഷ്ടം ഞാൻ ചെയ്യും. നിന്റെ ഇഷ്ടം ചെയ്യുവാനാ ഇനിയുള്ള ജീവിതം സമർപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളുടെ മേൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. വലിയൊരു ആത്മപകർച്ച, വലിയ സൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഇതിനകത്ത് വ്യാപരിച്ചനായി സ്തോത്രം. അടിയന് അയക്കണമേ, അടിയനെ അയക്കണമേ, അടിയനെ അയക്കണമേ, അടിയനെ അയക്കണമേ. പറ, അടിയനെ. എല്ലാരും പറഞ്ഞേ, അടിയനെ, 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 അടിയനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയനെ അയക്കണമേ. 3 ദിവസം അപ്പന്റെ സന്നിധിയിരുന്നത്, കരഞ്ഞത്, പ്രാർത്ഥിച്ചത്, ഉപവസിച്ചത് നിന്റെ പദ്ധതിക്കാ, നിന്റെ ഇഷ്ടം ചെയ്യുവാനാ. കർത്താവേ, ഞങ്ങളെ എല്ലാവരും നീ അയക്കണം. നിന്റെ വചനത്താൽ നിറയണം. നിറഞ്ഞ് മറ്റുള്ളവർക്ക് പകരത്തക്കവണ്ണം മഹത്വത്തിന്റെ കരം ഞങ്ങളുടെ മേൽ വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും ഞാൻ ഇതുവരെ സൂക്ഷിച്ച് നടത്തിയ ദൈവം മഹത്വം കൊടുത്തുകൊണ്ട് അവിടുത്തെ പ്രവൃത്തിക്കായി താഴ്ത്തുന്നു. നിത്യനും പരിശുദ്ധ പിതാവേ, ഈ നല്ല കൃപയ്ക്കായി സ്തോത്ര. ഇതുവരെ നടത്തിയ ദൈവത്തിന് മഹത്വം. ഇന്ന് കേട്ട വചനം വലിയ വിടുതലായി, ഇന്ന് ഞങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം വലിയ വിടുതലായി. ഞങ്ങളിത് ശുദ്ധീകരിച്ചതിനായി സ്തോത്ര. ഞങ്ങളുടെ വായ്ക്കകത്ത് അങ്ങ് തേനായിട്ട് വിളമ്പിയ വചനത്തിനായി സ്തോത്ര, തേനായിട്ട് തേച്ചതിനായി സ്തോത്ര, അകത്ത് പകർന്നിന വചനത്തിനായി സ്തോത്ര. ഇത് മറ്റുള്ള വിളമ്പാൻ സഹായിക്കണം. ഇന്ന് ചാനലിലൂടെ മന്ന ടിവിയുടെ മീഡിയ ടുഡേയിലെ യൂട്യൂബ് ചാനൽ സകലവർക്ക് ഇവിടെ മാത്രമല്ല അത്ഭുതങ്ങൾ സംഭവിക്കത്തക്കവണ്ണം ശാപത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് ദൈവം പുറത്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനം കൂട്ടവിടുതലോടെ കയറി വരട്ടെ. ഈ മേച്ചിൽ പുറങ്ങളിൽ ആടുകൾ മേയട്ടെ. ഇതിനകത്ത് കട്ടകൾ ഉടയട്ടെ. ഇതിനകത്ത് പുതിയത് മുളയ്ക്കട്ടെ. ഇന്നു മുതൽ യേശു എന്താണോ പറഞ്ഞത് അത് തന്നെ പറയത്തക്ക വായ്കളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.